ഉണ്ണേ ഓ എവിടെ പോവാ? എവിടെ പോവാന്ന്? കുളിക്കാനായിരിക്കും. ആ ഓനെ നീ പണിക്ക് വെക്കില്ലേ? ഇല്ല ആ എന്തായാനോ ഒന്നുമില്ല പോയില്ല. നീ ചൂടാല്ല. നീ ഒന്ന് ഇങ്ങോട്ട് പോയി. എനിക്കൊരു കാര്യം പറയണ്ട. അതേ ഉണ്ണി, ഇവിടെയുള്ള ചെറിയ പണിക്ക് പോയിട്ട് 1.5 മാസമായി. ഇവിടെ കഞ്ഞി കിട്ടുന്നത് എന്താ വെച്ചാൽ ഞാൻ പണിക്ക് പോയിട്ടാ. വീടിന്റെ ആധാരാണെങ്കിൽ ബാങ്കിലാണുള്ളത്. ഈ ലക്ഷണം കെട്ടവനും കൂടി പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ബാങ്കിലെ കട ഒന്ന് തീർക്കായിരുന്നു. ഇനി ഓന്റെ അപ്പുറം പഠിച്ചതല്ലേ, ഇനി ഓനോട് ഒന്ന് പറഞ്ഞു നോക്ക്. നീ പറഞ്ഞ കേൾക്കാണ്ടിരിക്കല. ഞാൻ പറഞ്ഞ കേക്കൂ. എന്നാലും പറഞ്ഞ എനിക്ക് എന്താ തരിക? നിനക്ക് എന്താ വേണ്ടത്? എന്ത് തരൂ? നാളത്തെ ചെലവ് കംപ്ലീറ്റ് എന്റെ വക. ആ മതി മതി. ഓക്കെ ഓക്കെ. ഓ പണിക്ക് പോയാൽ പോയിരിക്കും ഉറപ്പ്. വരുന്നുണ്ട്. ഒരു വിഷയ ഒന്ന് നടക്ക്. ഞങ്ങോട്ട് ഒരാൾ തന്നെ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. എന്താ ഇത് കാണാനാണ് ഞാൻ ഇവിടെ നിന്ന്. ഒന്നുമില്ല, ഈ പണിക്ക് പോകുന്നല്ലേ ഓനെ ഉപദേശിക്കാൻ എനക്കെന്താ പേടിയാ? അത് പിന്നെ ഞാൻ പണിക്ക് പോയിട്ട് 8 മാസമായി. അത് ഞാൻ 1.5 മാസം പണിക്ക് പോകാത്ത ഇവനെ എങ്ങനെ ഉപദേശിക്കാനാ? അടുത്ത ആഴ്ച ഞാൻ പണിക്കൂ. എന്നിട്ട് ഞാൻ അവനെ ഉപദേശിക്കുന്നല്ലേ നല്ലേ? അതല്ല അതിന്റെ ഒരു മര്യാദ. അല്ല, ഇത്രയും ദിവസത്തെ എന്റെ വീട്ടിൽ ചിലവരാൻ നോക്കി. അത് അച്ഛൻ നോക്കി. അത്രയും പ്രായമുള്ള മനുഷ്യനോ? ആ ആദ്യം പുള്ളി പോകാൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഓർഫനേജിലാക്കി പറഞ്ഞ് ഭീഷണിപ്പെടുത്തരും. പിറ്റത് രാത്രി പണിക്ക് പോകാൻ തുടങ്ങി. എന്തോ പിന്നെ കഞ്ഞി കുടിക്കാനുള്ള അരി പോരെ. ഒരു മിനിറ്റ് ആയിക്കോട്ടെ, ഞാൻ പോയാ ഇറങ്ങി പോടാ. ഇതൊന്നും ജന്മാണ്.